അത് തന്നെയല്ല പല സമയത്തും അത് എയർ പോക്കറ്റിൽ കിടന്നിട്ട് വീഴുക, അങ്ങനെ ആൾക്കാർ പേടിക്കുക. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരു ടെലഗ്രാം കിടക്കുന്നു, എൻ്റെ ഉപ്പ മരിച്ചു. പത്തേമാരി യാത്ര 5 ദിവസം ഉണ്ടായിരുന്നു, കപ്പൽ യാത്രയും 5 ദിവസമായിരുന്നു. ആർക്കും അതിൽ യാതൊരു വേവലാതിയുമില്ല. കപ്പൽ വന്ന് അടുത്താൽ തന്നെ പുറത്തേക്ക് വരുന്ന കസ്റ്റംസ് തന്നെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാൻ വീണ്ടും ഒരു 8-9 മണിക്കൂറുകൾ എടുത്തിരുന്നു. അതേപോലെ ഇവിടെ നിന്ന് ബോംബെയിലേക്ക് പോകാൻ 40 മണിക്കൂറോളം ട്രെയിൻ എടുത്തിരുന്നു. കാരണം ആർക്കോണം വഴിക്ക് വളഞ്ഞും തിരിഞ്ഞൊക്കെ ആയിരുന്നു അന്ന് പോയിരുന്നത്. ആർക്കും വിരോധമില്ല, എനിക്കടക്കം. ബോംബെയിൽ നിന്ന് അന്ന് ജെറ്റ് എയർവേസിനൊക്കെ മുൻപ് ഇന്ത്യൻ എയർലൈൻസ് തന്നെ വരുന്നത് കാലത്ത് 5:30-ക്കാണ് വരിക. 3 മണിക്കൂറോളം ടൈം എടുത്തിരുന്നു അന്നത്തെ വെല്ലിംഗ്ടൺ ഐലൻഡിലുള്ള എയർപോർട്ടിലേക്ക് വരാൻ, നേവൽ ബേസ് എയർപോർട്ടിലേക്ക് വരാനായിട്ട്. അത് FF ആയിരുന്നു, ഫോക്കർ ഫ്രണ്ട്ഷിപ്പ് ഫ്ലൈറ്റ്. വളരെ ചെറുതായിരുന്നു, സീറ്റ് നമ്മുടെ എയർ ഡിസ്റ്റൻസൊക്കെ വളരെ കുറവായിരുന്നു. അത് തന്നെയല്ല പല സമയത്തും അത് എയർ പോക്കറ്റിൽ കിടന്നിട്ട് വീഴുക, അങ്ങനെ ആൾക്കാർ പേടിക്കുക. പ്രത്യേകിച്ച് കൊച്ചി എത്താറാകുമ്പോൾ അല്ലെങ്കിൽ ഗോവയുടെ മുകളിലൊക്കെ സംഭവിച്ചിട്ടുള്ളത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇവിടെ പറഞ്ഞു വന്നത്, അതേപോലെ ഒരു പ്രാവശ്യം ദുബായിൽ നിന്ന് ഞാൻ തായ്പേയിലേക്ക്, തൈവാനിലുള്ള തായ്പേ എയർപോർട്ടിലേക്ക് പോകാനായിട്ട് നോൺ സ്റ്റോപ്പായിട്ട് പോയത് 10 മണിക്കൂറായിരുന്നു. ഒരു വിരോധവുമില്ല. പക്ഷേ ഇന്ന് ഞാൻ ആലോചിക്കുകയാണ്, ഞാൻ എന്നെയാണ് പഠിപ്പിക്കേണ്ടത്, ഞാനാണ് നന്നാവേണ്ടത്. കാരണം ഇപ്പോൾ ലാസ്റ്റ് ഞാൻ അസർബൈജാനിൽ പോകുമ്പോൾ 4 മണിക്കൂർ ബഹ്റൈനിൽ ഫ്ലൈറ്റ് മാറി കയറി പോകാമെന്നുണ്ടെങ്കിൽ ടിക്കറ്റിന് ഒരുപാട് ലാഭമുണ്ടെന്ന് പറഞ്ഞിട്ട് പോലും ഞാൻ ഡയറക്റ്റ് ഫ്ലൈറ്റ് നോക്കി പോകാൻ വേണ്ടി വേറെ റൂട്ടിൽ പോയ ഒരാളാണ്. അപ്പം മനുഷ്യന് ഇന്ന് 1 മിനിറ്റ് പോലും വെയിറ്റ് ചെയ്യാനോ എത്രയും ഈസി കാര്യങ്ങൾ കൊണ്ടുപോകണം എന്നുള്ള മെൻറ്റാലിറ്റിയാണ് ഞാനടക്കം എല്ലാവർക്കും. പക്ഷേ ഞാൻ പ്രേക്ഷകരായിട്ട് പങ്കുവയ്ക്കുന്ന മറ്റൊരു അനുഭവമാണ്, അത് കമ്മ്യൂണിക്കേഷൻ ഫീൽഡിലുള്ള അനുഭവമാണ്. 1974 നവംബർ മാസം 17-ാം തീയതി ആയിരുന്നു എൻ്റെ വിവാഹം. വിവാഹം കഴിഞ്ഞ് അധികം വൈകാതെ തന്നെ ഡിസംബർ മാസവും കഴിഞ്ഞ് ജനുവരിയിൽ ഞാൻ വൈഫിനെ കൊണ്ടുപോകാനുള്ള പരിപാടികളിട്ടു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വിളിച്ചു പറയണം. ഇന്നത്തെ കാലം മാതിരിയല്ല, വാപ്പാടെയും ഉമ്മാടെയും ഒക്കെ അനുവാദമില്ലാതെ നമ്മുടെ ഭാര്യമാരെ കൊണ്ടുപോകുക എന്ന് പറയുന്നത് നടക്കുന്ന കാലമൊന്നല്ല അന്ന്. അങ്ങനത്തെ കൂട്ടുകുടുംബങ്ങളാണല്ലോ. അപ്പോൾ ഉപ്പാടൊന്ന് വിളിച്ചു പറയണം. അന്ന് വിളിച്ചു പറയുന്നതിൻ്റെ രൂപം കൂടി എൻ്റെ പ്രേക്ഷകരൊന്ന് മനസ്സിലാക്കണം. ഇന്നത്തെ ജനങ്ങൾക്ക് അത് ചിന്തിക്കാൻ പോലും പറ്റില്ല. എനിക്ക് അനുഭവം ഉണ്ടായ കഥയാണ് ഇനി പറഞ്ഞത്, അത് കഥയല്ല, അനുഭവമാണ്. നമ്മൾ ആദ്യമായിട്ട് ട്രങ്ക് ബുക്ക് ചെയ്യണമെങ്കിൽ 180 എന്നുള്ള നമ്പറിലേക്ക് നമ്മൾ ഡയൽ ചെയ്യണം. അന്ന് ലാൻഡ് ഫോൺ പോലും മലയാളികളുടെ ബാച്ചലറായിട്ട് താമസിക്കുന്ന മലയാളികളുടെ റൂമുകളിലൊന്നും മിക്ക സ്ഥലത്തും ഇല്ല. വളരെ റയർ കേസ് സ്ഥലങ്ങളിൽ മാത്രമേ ഈ ലാൻഡ് ഫോൺ പോലും ഉള്ളൂ. പിന്നെ കുറച്ചുള്ളത് ചില ഷോപ്പുകളിലാണ്. അപ്പം ഞാനൊരു ഷോപ്പിൽ, ഹസീന സ്റ്റോഴ്സ്, അവിടെ ചെന്നിട്ട് ഞാനിങ്ങനെ പറയാണ് 180 വിളിക്കാം. അബുദാബി ടെലിഫോൺ ആൻഡ് ടെലിഗ്രാഫ് ലിമിറ്റഡ്, ADTT എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ ലിങ്ക് പോണത് ബഹ്റൈൻ വഴിക്കാണ്. പിന്നെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് സബ്മെർസിബിൾ കേബിളാണ്. എനിക്കതിനെപ്പറ്റി കൂടുതലൊന്നും അറിയില്ല, ഇന്ത്യയിലേക്കുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് വിചാരിക്കുന്നു. എന്താണെങ്കിലും 180 നമ്മൾ വിളിക്കുമ്പോൾ പറയേണ്ട വാചകം ബോംബെ, മദ്രാസ്, എറണാകുളം, ഇരിഞ്ഞാലക്കുട, കാട്ടൂർ, 36 ഇങ്ങനെ ബൈഹാർട്ടായിട്ട് പറയണം. അങ്ങനെ അറിയുന്നവൻ അങ്ങനെ നിർത്താതെ പറയുക, ഇല്ലെങ്കിൽ അവരിങ്ങോട്ട് ചോദിക്കും എവിടേക്കാണ് പോകേണ്ടത്, വിളിക്കേണ്ടത് ഇങ്ങോട്ട് ചോദിക്കും. മലയാളികളാണ് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ 180 വിളിച്ചിട്ട് ഇത് കഴിഞ്ഞാൽ അവർ ഉടനെ വഴിക്ക് പറയും ടെലിഫോൺ ഏത് നമ്പറിൽ നിന്നാണ് വിളിക്കണമെന്ന് പറയണം. ഇന്നത്തെ പോലെയുള്ള നമ്പർ അവിടെ കോളർ ID ഒന്നും അന്നത്തെ കാലത്തില്ലല്ലോ. അപ്പം നമ്മൾ നമ്പർ പറയുന്നു, ഡിസ്കണക്ട് ചെയ്യാൻ പറയും. ഡിസ്കണക്ട് ചെയ്തിട്ട് അപ്പം തന്നെ അവരോട് മടക്കി വിളിക്കും, അത് കൺഫേം ചെയ്യാൻ അവിടെ തന്നെയാണോ നമ്മളുള്ളതെന്ന്, അല്ലെങ്കിൽ ആ ഷോപ്പുകാരൻ്റെ അനുഭവത്തോടു കൂടിയാണോ വിളിക്കണമെന്ന്. അങ്ങനെ നമ്മൾ വിളിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളോട് പറയും ഓക്കെ ഞങ്ങൾ കണക്ട് ചെയ്യാം എന്ന് പറയും. എനി ടൈം കണക്ട് ചെയ്യും. അപ്പോൾ നമ്മൾക്കൊരു നമ്പർ ഇഷ്യൂ ചെയ്യും. ആ നമ്പറിൻ്റെ സിസ്റ്റം ഞാൻ പറഞ്ഞുതരാം. BOM 1520 എന്നാണെന്ന് വിചാരിച്ചോ. അതിൻ്റെ അർത്ഥം BOM എന്ന് പറയുന്നത് ബോംബെ,
15 എന്ന് പറഞ്ഞത് ഇപ്പോൾ ഇന്നത്തെ ഡേറ്റ് 15, 20 എന്ന് പറഞ്ഞത് 20ാമത്തെ സീരിയസ് നമ്പർ. അതിങ്ങോട്ട് തന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഭാഗത്ത് തന്നെ ആയിട്ട് നിൽക്കണം. എപ്പോഴാണ് നമുക്ക് ഫോൺ വരാമെന്നറിയില്ല. അങ്ങനെ വരുന്ന സമയത്ത് ഇൻ കേസ് നമ്മൾ ഇല്ല എങ്കിൽ ആ ടെലിഫോൺ കട്ടായി, ആ ബുക്കിംഗ് കട്ടായി. രാത്രി 12 മണി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് കട്ടായി. പിന്നെ വീണ്ടും നമ്മൾ കാലത്ത് ബുക്ക് ചെയ്യണം. അങ്ങനെ 3ാമത്തെ ദിവസമാണ് എനിക്ക് കണക്ഷൻ കിട്ടിയത്. കണക്ഷൻ കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റോട്ടറി ടൈപ്പ് ഒന്നും ആയിട്ടുള്ളൂ, മറ്റതില്ല. ഡയലിങ്ങും മറ്റേ ഇതൊന്നും ആയിട്ടില്ല, റോട്ടറി ടൈപ്പാണ്. അപ്പോൾ അത് നമ്മൾ ചെവിട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാം. ബോംബെ ഓപ്പറേറ്റർ, അപ്പോൾ അവിടുന്ന് ബോംബെയിൽ നിന്ന് സംസാരിക്കുന്നത് കേൾക്കാം, ബോംബെയിൽ നിന്ന് പിന്നെ മദ്രാസ്. അങ്ങനെ ഈ റൂട്ടിൻ പോകുന്നതിനിടയിൽ നമ്മളോട് ഇവർ പറയുകയാണെന്ന്. അപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം മുഴുവൻ നമ്മൾ ടെലിഫോൺ റിസീവർ നമ്മൾ ചെവിട്ടിൽ വെച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ പറയും, എറണാകുളത്തുനിന്ന് ഇരിങ്ങാലക്കുടയ്ക്ക് പോകുന്ന ലൈനിൽ മരം വീണിട്ട് കട്ടായി, ഇന്നില്ല, നാളെ ബുക്ക് ചെയ്യും. അങ്ങനെ അപ്പോൾ 3 മിനിറ്റിൻ്റെ പൈസയാണ് നമ്മൾ ട്രങ്ക് ബുക്ക് ചെയ്താൽ. ഒരു വാക്ക് പറഞ്ഞാലും 3 മിനിറ്റിൻ്റെ പൈസയാണ്. അത് മാത്രമല്ല PP ആണെന്നുണ്ടെങ്കിൽ പ്ലസ് 1 മിനിറ്റിൻ്റെ കാശ് കൂടുതൽ വേണം. അങ്ങനെ 3ൻ്റെ അന്നാണ് എനിക്ക് ഉപ്പായിട്ട് സംസാരിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഉപ്പ പറഞ്ഞത്, നീ ഇവിടെ വന്ന് അവളെ കൊണ്ടുപോയിക്കോ. അങ്ങനെ ഞാൻ 3ൻ്റെ അന്ന് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നവംബർ 18-ാം തീയതി ഞാൻ വന്നു. പിറ്റത്തെ ഇതിൽ ഞാൻ വൈഫിനെയും കൊണ്ട് പോകുന്നു. ഉപ്പ ഞങ്ങളെ പറഞ്ഞയക്കുന്നു. 1 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരു ടെലഗ്രാം കിടക്കുന്നു, എൻ്റെ ഉപ്പ മരിച്ചു.